ഹായ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ, നമുക്ക് മാങ്ങ ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ ജാമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റെസിപ്പി. ഞാനിവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, അറൗണ്ട് 1 kg. ആദ്യം നമുക്കിതിൻ്റെ പൾപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അകത്തുനിന്ന് അതിൻ്റെ പൾപ്പ് എടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ പൾപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വെള്ളം ചേർക്കാതെ ഒരു ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ പ്യൂരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഷുഗറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 600 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാങ്ങ നല്ല സ്വീറ്റ് ആണെങ്കിൽ ഇത്രയും ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ചുകൂടി കുറച്ചെടുത്താൽ മതിയാവും. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ അത്ര സ്വീറ്റ് അല്ല, നോർമൽ സ്വീറ്റ്നെസ്സേ ഉള്ളൂ. സോ ഞാൻ 5 മാങ്ങയ്ക്ക് 600 ഗ്രാം എന്നുള്ള കണക്കിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റായിട്ട് റിമൂവായി അത് ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ, ആ ഒരു തിക്നെസ്സിൽ ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. സോ മീഡിയം ഫ്ലെയിമിൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിലും അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജാം കേടാവാണ്ടിരിക്കും, കുറച്ച് നാൾ ജാം പ്രിസർവ് ചെയ്ത് വയ്ക്കാനും അതോടൊപ്പം ടേസ്റ്റും കൂടും. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കി ആ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ജാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റാണോ, തിക്നെസ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ചെടുത്ത് ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്, കണ്ടോ, അതിൻ്റെ ചുറ്റും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പം ജാം റെഡി ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ ചുറ്റും വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും. ഇപ്പോൾ ഇത് ഓക്കെയാണ്, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് പകർന്നു വയ്ക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾ വേറൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും. അറൗണ്ട് 1 year വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. അതാണ് എപ്പോഴും ബെറ്റർ. അല്ലാതെ നമുക്ക് കടായിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം വേറൊരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ചൂടോടുകൂടി വേറൊരു ബോട്ടിലേക്ക് മാറ്റി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ലിഡ് വെച്ച് ക്ലോസ് ചെയ്താൽ അത് ഒത്തിരി നാൾ കേടാവാണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ജാം റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, കണ്ടോ, കറക്റ്റ് തിക്നെസ്സാണ്. നമുക്കിതൊന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടോ. ഇതാണ് എൻ്റെ പരുവം എന്ന് പറയുന്നത്, ജാമിൻ്റെ കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വെച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്തത്, 3 ഇൻഗ്രീഡിയൻസ് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിയാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫോർ നൗ, ടേക്ക് കെയർ.